ലസാന ഷീറ്റ് ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലസാനയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ലസാന. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഇഫ്താറിൻ്റെ സമയത്തോ ഒക്കെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്നങ്ങ് മൂത്ത് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു മുളക് പൊടിയുടെ ഒരു പച്ചമണക്കൊന്ന് മാറി അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ബോൺലെസ് ചിക്കൻ ഒരു 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ ചെറിയ പീസാക്കി എടുത്താലും മതി. അപ്പോൾ അരച്ചെടുത്തത് ആകുമ്പോൾ കുറച്ച് കൂടെ ഈസിയാണ് ഇത് വെന്ത് കിട്ടാനൊക്കെ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ചിക്കനൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അരച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതാ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടർ ഒന്ന് അങ്ങ് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ഒരുപാട് അങ്ങ് മൂക്കണ്ട കേട്ടോ. അപ്പോൾ സോസിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുറുകി വരും. അപ്പോൾ പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു മൈദയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് തിക്നെസ് എത്രത്തോളമാണ് സോസിന് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ലൂസാക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോയും 1/2 ടീസ്പൂൺ ഒറിഗാനോയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ വൈറ്റ് സോസ് റെഡിയായി. ഇനി ഇതാ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ സമൂസ ഷീറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. കാരണം ലസാന ഷീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലസാന ഷീറ്റ് അത് കുറച്ച് കൂടുതൽ കട്ടിയുള്ള ഷീറ്റാണ്. സമൂസ ഷീറ്റ് അത്രത്തോളം തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിലൊന്ന് ചൂടുള്ള വെള്ളത്തിൽ ഒന്നങ്ങ് മുക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ഷീറ്റ് എത്രയാണോ ആവശ്യമായിട്ടുള്ള ഷീറ്റൊക്കെ ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് സമോസ ഷീറ്റ് ചെയ്തത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. റൗണ്ട് ആയതുകൊണ്ട് ഞാൻ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് സോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ ചീസും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലൈസ് ചീസാണ് ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊസറല്ല ചീസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. സ്ലൈസ് ചീസ് അതുപോലെ ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ സമൂസ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. വീണ്ടും മസാല ഇട്ടതിന് ശേഷം സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പിന്നെ ചീസും ഇട്ട് കൊടുത്തിട്ട് സെയിം അതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ എത്ര ലെയറാണോ നമുക്ക് വേണ്ടത് നമുക്ക് മസാല എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ലെയറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ മുഴുവനായിട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഏറ്റവും ടോപ്പിലായിട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓവനില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചൂടായിട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഒരു എന്തെങ്കിലും തട്ടെന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഒരു 20-25 മിനിറ്റ് ഒക്കെ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓവനിലാണെങ്കിൽ കൺവെൻഷൻ ഓവനിലാണെങ്കിൽ മൈക്രോവേവ് കൺവെൻഷനിൽ വെക്കുകയാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ. മറ്റത് ആ ഒരു ചീസൊക്കെ മുകളിലുള്ള ചീസൊന്നും അങ്ങനെ മെൽറ്റ് ആവാതെ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ മൈക്രോ കൺവെൻഷൻ ഓപ്ഷനിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലസാന റെഡിയായി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.